ഒരു മനുഷ്യായുസില് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ജ്ഞാനമാണ്. അതായത് അറിവെന്ന് പറയണ ഈ പറയുന്ന PSC അറിവോ അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് എക്സാം എഴുതുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന 25 വർഷം പഠിക്കുന്ന അറിവല്ല. അതെല്ലാം നമ്മൾ വെറും അടിമകളാക്കി ജോലിക്കാരാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് വേണ്ടത് നമ്മുടെ ശരീരം എന്താണെന്ന് അല്ലെങ്കിൽ പ്രപഞ്ചം എന്താണെന്നുള്ള അറിവ് വേണം. ആ ഒരു അറിവില്ലെങ്കിൽ നമ്മളും മൃഗങ്ങളും തമ്മിൽ വേറെ വ്യത്യാസവും കാര്യമൊന്നുമില്ല. അതിന്റെ തന്നെ പരിണിത ഫലമാണ് ഇപ്പൊ കാണുന്ന ഈ പറയുന്ന യുദ്ധങ്ങളും ഈ പറയുന്ന പീഡനങ്ങളും കൊലപാതകങ്ങളും അല്ലെ, യാതൊരുവിധ ബന്ധമില്ലാത്ത രീതിയിൽ പീഡിപ്പിക്കലും, ഇതെല്ലാം ആ ഒരു അറിവില്ലാത്തത് കൊണ്ടും അതോടൊപ്പം തന്നെ ഈ അറിവില്ലായ്മ ഇവിടെ തലയെ വെച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഓരോ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കണം. ഓക്കെ, അതായത് 100 വർഷം മുമ്പ് വന്നത് ഇപ്പൊ മാറണം, അത് കഴിഞ്ഞിട്ട് 100 വർഷം കഴിയുമ്പോൾ ഇതും മാറണം. അതങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ എല്ലാവരും എന്താ പറയാ നശിക്കും. അതായത് ഒരു നരകത്തിൽ കിടക്കും. ആ ഒരു നരകാവസ്ഥയാണ് ഇപ്പൊ കിടക്കുന്നത്. ഓക്കെ, അതായത് ഭഗവാന്റെ സ്വർണം വരെയും കൊണ്ടുപോകുന്നു. അങ്ങനെ പണത്തിനോട് വല്ലാത്തൊരു കൊതി, ആക്രാന്തം ഇതെല്ലാം വന്നു കഴിഞ്ഞു. പക്ഷെ പണവും ആ ഒരു ബാങ്കർസിൽ അവർ കൊണ്ടുപോയ കാര്യം അവർ മനസ്സിലാക്കുന്നില്ല. അതോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ഒരു ശരീരം എന്ന് പറയുന്നത് ഒരു ഏറ്റവും വലിയൊരു പ്രൊഡക്റ്റ് ആണ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഈ മെഡിക്കൽ സെന്റേഴ്സിന്റെ എല്ലാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളല്ല 20 കുഞ്ഞുങ്ങളാണ് ഒരു ടോണിക് സിറപ്പ് കുടിച്ചിട്ട് മരിച്ചത്. അതായത് ഇവിടെ പറയുന്ന ഈ പറയുന്ന ഡോക്ടേഴ്സ് ആണെങ്കിൽ ഇതെല്ലാം ഡമ്മികൾ തന്നെയാണ്. അതായത് പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ജസ്റ്റ് ഒരു ഡമ്മികൾ. അത് നമുക്കറിയാം. ഒരു കുഞ്ഞിനോട് നമ്മൾ ചോദിച്ചാൽ മതി മെഡിക്കൽ പഠിക്കുന്നതിന് കുറെ പൈസ ഉണ്ടാക്കണം, അല്ലാതെ അതൊരിക്കലും ഒരു സേവനമല്ല. പക്ഷെ നമ്മുടെ ഒരാളുടെ ശരീരം, നമ്മുടെ പ്രപഞ്ചം, നമ്മുടെ സമൂഹം ഇതെല്ലാം നമ്മൾ സേവനമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്തില് നമുക്ക് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്, നമുക്ക് എന്നാൽ ലാഭം ഉണ്ടാവണം. ആ ഒരു കൺസെപ്റ്റ് ആയിരിക്കണം. അല്ലാതെ അവരുടെ ശരീരവും അല്ലെങ്കിൽ അവരുടെ കുടുംബവും നശിപ്പിച്ചുകൊണ്ട് ഉള്ള യാതൊരുവിധ ബെനിഫിറ്റ് പാടില്ല ഇനി വരാൻ പോകുന്ന യുഗത്തിൽ. ഓക്കെ, കലിയുഗത്തിലൊക്കെ ഇറ്റ്സ് ഫൈൻ ആയിരുന്നു. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ പോയ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ മാറ്റേണ്ടത്. അതോടൊപ്പം തന്നെ ഈ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാവി ദർശിക്കാൻ സാധിക്കും. ഭാവി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2030 എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ്. 2030 ആർക്കും ഒരു സമാധാനം സന്തോഷമൊന്നും ഉണ്ടാവില്ല. എന്റെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ഇപ്പൊ കാണുന്ന നിങ്ങൾക്ക് ആർക്കും, നിങ്ങൾക്ക് ഒരുപാട് കോടികളെല്ലാം അക്കൗണ്ടിൽ കിടപ്പുണ്ടാവും. പക്ഷെ അതൊരു ഡിജിറ്റൽ നമ്പർ മാത്രമാണ്. പക്ഷെ നിങ്ങൾക്ക് സമാധാനമില്ല, സന്തോഷമില്ല, ആരോഗ്യമില്ല. ഓക്കെ, ടെൻഷൻ, സ്ട്രെസ്, ആൻസൈറ്റി ഇതിലൊക്കെ കൂടെയാണ് നിങ്ങൾ കടന്നു വരുന്നത്. കാരണം വേറൊന്നുമില്ല, പ്രാണവായുലൂടെയും ഈ പറയുന്ന ഭക്ഷണത്തിലൂടെ എല്ലാം വരുന്ന വിഷം. നമ്മൾ വിഷം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും വിഷമായി മാറും. അപ്പൊ ഇതെല്ലാം മാറണം. ഇതെല്ലാം മാറ്റേണ്ട എല്ലാവിധ പദ്ധതികളും ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഇനി വരാൻ പോകുന്നൊരു യുഗം സന്തോഷം, സമാധാനം, ആരോഗ്യമായിരിക്കും. അല്ലാതെ സ്വന്തം ശരീരം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ ശരീരം എല്ലാം വിറ്റുകൊണ്ടുള്ള ഒരു പണസമ്പാദനം മാത്രം ചെയ്ത് കുറെ അധർമ്മങ്ങൾ ചെയ്ത് നടക്കില്ല. കാരണം ഇവിടെ ആ ഒരു വെളിച്ചം വരേണ്ട സമയമായി. അതായത് ആ ഒരു സമൂഹത്തിന് നന്മക്കും പ്രകൃതിയുടെ നന്മക്കുള്ള ആ ഒരു വെളിച്ചം വരണം. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരം എല്ലാം പരിശുദ്ധമാവണം. അറിവെല്ലാം വന്ന് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സെല്ലാം ശുദ്ധമായാൽ മാത്രമേ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കൂ. അല്ലെങ്കിൽ എന്താണ്, മൃഗങ്ങളായിട്ട് തന്നെ അവള് വളർന്നുകൊണ്ടിരിക്കും. അതോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കണ്ടറിയും ഒരു ചൈതന്യവും ഇല്ല, ഒരു ക്യൂട്ട്നെസ് ഇല്ല. അതായത് അവരെല്ലാം മൃഗമായി മാറിക്കഴിഞ്ഞു. അതായത് ആ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മാറിക്കഴിഞ്ഞു. ഇതെല്ലാം കാര്യം ഇതാണ്, ജ്ഞാനമില്ലായ്മ തന്നെയാണ്. ജ്ഞാനം പക്ഷെ ഉടനെ തന്നെ വരുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ സമൂഹം പരിശുദ്ധമാവുന്നതാണ്.